ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ, മുന്തിരി ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അങ്ങനത്തെ കൊഴുപ്പൊന്നും ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല കൊഴുകൊഴുത്ത നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മുന്തിരി എടുത്തിട്ട്, ജ്യൂസ് മുന്തിരിയാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കണം. അപ്പോൾ അത് 2-3 പ്രാവശ്യം നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണം കഴുകി വൃത്തിയാക്കി എടുക്കാനായിട്ടാ. എന്താണെന്ന് വിചാരിച്ചാൽ ഇതിൽ ഒരു വെള്ള ലായനി കണക്കുള്ളൊരു വിഷമാണ് അടിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കടയിൽ പോയി കഴിഞ്ഞാൽ മുന്തിരിയിൽ നല്ല ഈച്ച ഒക്കെ നിൽക്കൂലേ, പക്ഷേ നമ്മൾ ഇപ്പോൾ ഉള്ള മുന്തിരിയിൽ ഈച്ച വരത്തേ ഇല്ല. എന്ന് വെച്ചാൽ ഈ ഒരു മരുന്നടിച്ച് ചേർക്കണോണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അത് കാരണം നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് വേണം. അതുപോലെ ഒരു പൊടി ഉണ്ട്, അതൊക്കെ നന്നായിട്ട് കളയണം. അപ്പോൾ നമ്മളങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച മുന്തിരിയിലാണ് വേറൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. കഴുകി വൃത്തിയാക്കിയ മുന്തിരിയിലേക്ക് നമുക്കൊരു 3-4 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് കണക്കൊന്നും നോക്കണ്ട, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ലാസ്റ്റ് നമുക്ക് ജ്യൂസ് നോക്കുമ്പോൾ അതിൽ പഞ്ചസാര ഉണ്ടോ മധുരം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കുറേ നേരം വേവിക്കൊന്നും വേണ്ട, തിളപ്പിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നമ്മൾ തിളപ്പിച്ച ആ മുന്തിരി ഇല്ലേ, അത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്കൊരു മിക്സിയിലെ ജാറിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത മുന്തിരിയുടെ ജ്യൂസാണ്. നല്ല കൊഴുപ്പായിട്ടാണ് ഇരിക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല കട്ടിക്കാണെങ്കിൽ അങ്ങനെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് ലൂസാക്കി എടുക്കാം. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒഴിക്കുമ്പോൾ തന്നെ നോക്കിക്കോ, നല്ല കട്ടിയാണ്, കണ്ട. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.